ലേക്ക് തിടുക്കത്തിൽ പോവുകയായിരുന്ന മത്തായി ചേട്ടനെ വൈകിട്ട് നടക്കാനിറങ്ങിയ വല്യച്ഛൻ വഴിയിൽ വെച്ച് കണ്ടു. അച്ഛൻ ചോദിച്ചു, മത്തായിച്ചാ, പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? മത്തായി ചേട്ടൻ പറഞ്ഞു, അച്ഛാ, എങ്ങനെ പള്ളിയിൽ വരാനാ അച്ഛാ? ബൈബിളിൽ പറയുന്നില്ലേ, ആർക്കെങ്കിലും നിങ്ങളോട് വിരോധം ഉണ്ടെങ്കിൽ ബലിയോസ് വെച്ചിട്ട് അവിടെ പോയി ആ വ്യക്തിയോട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് ബലിയർപ്പിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ അയലോക്കക്കാർക്കെല്ലാം എന്നോട് അസൂയ അച്ഛാ, കുശുമ്പ അച്ഛാ, വിരോധ അച്ഛാ. ഈ പാകിസ്ഥാൻകാർക്കാണ് ഇന്ത്യക്കാരുടെ എല്ലാം വിരോധമാണ്, പിന്നെ എങ്ങനെ ബലിയർപ്പിക്കാൻ പറ്റും? അച്ഛൻ പറഞ്ഞു, മത്തായിച്ചൻ ബലിയർപ്പിക്കണ്ട, അച്ഛൻ ബലിയർപ്പിച്ചോളും. മത്തായി ചേട്ടനൊന്നു വന്നു നോക്കൂ. നമുക്കറിയാം, ബൈബിളിൽ വേറെ വചനങ്ങളുണ്ടല്ലോ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുന്നിടത്ത് അവരുടെ മധ്യ ഞാനുണ്ടാകും എന്നും ബൈബിളിൽ വചനമില്ലേ? അപ്പോൾ മത്തായിച്ചൻ വന്നു നോക്കൂ, അവിടെ കർത്താവുണ്ടല്ലോ. കർത്താവിനോട് ആർക്കൊക്കെയാണോ മത്തായിച്ചനോട് വിരോധമുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ രക്ഷപ്പെടട്ടെ. മത്തായിച്ചാ, കർത്താവ് ഒരിക്കലും ഒരു ആത്മാവിനെ എങ്ങനെ രക്ഷപ്പെടുത്താതിരിക്കാം എന്നല്ല നോക്കണത്, എങ്ങനെ രക്ഷപ്പെടുത്താം എന്നാണ് നോക്കണത്. അതുപോലെ നമുക്കും പള്ളിയിൽ പോകാതിരിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് തേടി കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കും എന്നാണ്. ഏതായാലും അടുത്ത ഞായറാഴ്ച വരൂ. അപ്പോൾ മത്തായിച്ചൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം അച്ഛാ.